2 ദിവസത്തെ അവധിക്ക് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ചിറ്റയുടെ അടുത്ത് പോകണമെന്ന് തോന്നി. ചിറ്റയുടെ വിളക്കും കിണ്ടിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നേ. അച്ഛൻ്റെ കർമ്മത്തിന് വേണ്ടി കൊണ്ടുവന്നായിരുന്നു. എന്നാൽ അത് ഇന്ന് വന്നപ്പോൾ അത് കൊടുത്തേക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി. പൊന്നായിനെ സ്കൂളിൽ വിട്ടു. പൊന്നായിനെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അച്ഛൻ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് പൊന്നായിനെയും കൊണ്ടുവിടാനായിട്ട് പോകുവാണ്. പൊന്നായിനെ കൊണ്ടുവിട്ടിട്ട് എന്നാൽ ചിറ്റയുടെ വീട്ടിൽ പോകുന്നുള്ള റെഡിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്ത് കുടയെടുത്തപ്പോൾ തന്നെ തേണ്ട കുടന്നു വരുന്നില്ല. പിന്നെ കുലുക്കി പറിച്ചൊക്കെ ആ കുടയൊന്ന് നിവർത്തിയെടുത്തു. മഴയായി പോയല്ലോ എന്ന് ഞാനും ഓർത്തു. പിന്നെ ഇറങ്ങി പൊന്നായിയുടെ വീട്ടിൽ ചെന്നു. പൊന്നായിയാണെ ഹാപ്പിയായിട്ട് നിൽക്കുന്നു. നമുക്ക് പോകാമല്ലോ. അന്ന് അമ്മ ബാഗ് എടുക്കാമെന്ന് കരുതി. ബാഗ് എടുക്കാൻ നോക്കിയപ്പോഴത്തേനും അയ്യോ വേണ്ട, എൻ്റെ ബാഗ് ഞാൻ എടുത്തോളാം. പൊന്നായി നിർബന്ധം പിടിച്ചു. നല്ല വെയിറ്റ് ഉണ്ട്. സാരമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് തോളയിലേക്ക് ചാടി എടുത്ത് തോളയിലിട്ടു. എടുത്തു കഴിഞ്ഞത് അയ്യോ നിനക്ക് എന്നാൽ വേഗം പോകാമെന്നും പറഞ്ഞ് ആ 2 പേരും കുക്കൂസും കൊച്ചും ഇറങ്ങി. അച്ചമ്മയ്ക്ക് ടാറ്റ കൊടുക്കാൻ പറഞ്ഞ് ടാറ്റയും കൊടുത്ത് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ മുഖം ആകെ മാറി. അച്ഛയുടെ വണ്ടി കണ്ടില്ല. അയ്യോ അച്ഛ പോയോ പാവം. ഇല്ല, അച്ഛ അവിടെ ഉണ്ട് മാനേന്നും പറഞ്ഞ് എന്നാൽ ശരിയെന്നും പറഞ്ഞ് കൊച്ചു കയറിപ്പോയി. അച്ഛയുടെ വണ്ടി കണ്ടപ്പോൾ സമാധാനമായി. വണ്ടിയിലേക്ക് ചാടി കയറി ആളാ അച്ഛയോട് കലപിലാന്ന് വർത്താനം തുടങ്ങി. എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്കൂളിലെ കാര്യങ്ങളാണേ ഇഷ്ടപ്പെട്ടു, എന്നും പോകുന്നുണ്ട്, അപ്പോൾ കരയരുതെന്നൊക്കെ അച്ഛ പറയുന്നുണ്ട്. ഇനി കരയേല, ഞാൻ സന്തോഷത്തിലാണ്, കൂട്ടുകാരുണ്ട് എന്നൊക്കെ പറയുന്നു. എനിക്ക് ഇന്നലെ കൂട്ടുകാരീനെ കിട്ടി. കൂട്ടുകാരിയുടെ പേരെന്നാന്ന് ചോദിച്ചു. കൂട്ടുകാരിയുടെ പേര് പറഞ്ഞ എന്നാന്ന് അറിയാമോ? അങ്കം അങ്കോ എന്ന് ഞങ്ങൾ നന്നായി അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരി വന്നു. 2ാമത്തെ ദിവസം ക്ലാസ്സിൽ കയറി. ആളടുത്തെത്തിയപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് കയറുകയില്ല. എന്ത് ചെയ്താലും മുഖമെല്ലാം വല്ലാണ്ടായി. കുക്കൂസിനെയും കൂട്ടി അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആളാഴവിധം മൊത്തം മാറിയേ. നോക്ക് അമ്മ പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ച് ബെഞ്ചെ കയറ്റി ഇരുത്തി 2 പേരും ബെഞ്ചിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ചിറ്റയുടെ അടുത്ത് പോകാമെന്നും പറഞ്ഞ് ചിറ്റയുടെ വീട്ടിലേക്ക് പോകുവാണേ. ചിറ്റയുടെ പോകുന്ന വഴിക്കാണ് കേട്ടോ അത്. നല്ല വഴിയല്ലേ എന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാൻ. അത് പണ്ടൊരു പാറമടയായിരുന്നു കേട്ടോ. ആ പാറമടയായത് ഇപ്പം നോക്ക് എന്നാ ഭംഗിയാന്ന്. ചെടിയെല്ലാം സൈഡിൽ കൂടെ റോഡിൻ്റെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് ചിറ്റയുടെ അടുത്ത് ചെന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും നോക്ക് ചിറ്റയുടെ സ്ഥലമൊക്കെ അത്. ചിറ്റയുടെ വീടിൻ്റെ അരികായത്. സ്വന്തം സ്ഥലമല്ല കേട്ടോ, അടുത്തുള്ളടത്താണേ. പൊന്നു വണ്ടിയിൽ നിന്നിറങ്ങി തലമുടിയൊക്കെ ചീകി റെഡിയാക്കി. അന്നേരം ഞാനാണ് കൂടും എടുത്ത് കണ്ടോ, പീഠമാണേ 2 ഉണ്ട്. അതും എടുത്ത് ചിറ്റയുടെ വീട്ടിലേക്ക് കയറി. ചിറ്റയ്ക്ക് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചിരട്ട കൊണ്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിറ്റയുടെ ഷോർട്ട് കട്ട്സിൽ. കാണാൻ എന്ത് നല്ല ഭംഗിയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ചിറ്റ ഹാപ്പിയായി. എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണേ.